ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വന്നിട്ടവയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവം സൂക്ഷിപ്പാൻ വലിയവനായ ദൈവം ഒരുക്കി തന്ന നല്ല സമയത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തിക്കാൻ ഒരു ഭേദഭാവം വായിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. സ്വർഗത്തിലെ സകല ആത്മീയനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇന്ന് യഥാർത്ഥ അനുഗ്രഹത്തെക്കുറിച്ച് അല്പമായി ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പൊതുവെ വിശ്വാസികൾ ആര് പ്രാർത്ഥിച്ചാലും എല്ലാ വാക്കിലും എല്ലാ പ്രാർത്ഥനകളിലും ഞങ്ങളെ അനുഗ്രഹിക്കണേ 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 എന്നുള്ള വാക്കുകളാണ് കൂടുതൽ. വാസ്തവത്തിൽ എന്താണ് യഥാർത്ഥ അനുഗ്രഹം? അനുഗ്രഹിക്കപ്പെട്ടവർക്ക് വീണ്ടും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണോ? യഥാർത്ഥ അനുഗ്രഹം എന്താണ്? പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ഉള്ള അനുഗ്രഹങ്ങളുടെ അല്പം വ്യത്യാസം വല്ലതും ഉണ്ടോ? അതോ എല്ലാ കാലത്തും ഒരുപോലെയാണോ? ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ദൈവത്തിൽ ഓടിച്ചു നോക്കിയാൽ നമുക്കത് പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ ഭാഗത്ത് ആദ്യ അധ്യായത്തിൽ തന്നെ അനുഗ്രഹിച്ച ഒരു സന്ദർഭം കാണാം. ദൈവം ആദാമിനെ ഹവ്വായെയും സൃഷ്ടിച്ചതിന് ശേഷം അവരെ അനുഗ്രഹിച്ചതായിട്ട് നമുക്കവിടെ 1-ാം അധ്യായത്തിൽ തന്നെ കാണാം. 21-ാം അധ്യായം 22-ാം വാക്യത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പറവജാതികളുടെ മേലും സകല ഭൂജല ജന്തുക്കളുടെ വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. ആദ്യ കുടുംബത്തെ ദൈവം തന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ജലപ്രളയം കഴിഞ്ഞിട്ട് 9-ാം അധ്യായം 1-ാം വാക്യം ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചവരോട് ഇപ്രകാരം അരുളിച്ചെയ്തു: നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ. ഇപ്പോൾ ദൈവം തന്നെ വിവിധ സന്ദർഭങ്ങളിൽ തൻ്റെ അനുഗ്രഹം ചൊല്ലുന്ന അനുഭവം നമുക്ക് കാണാം. നമുക്ക് അല്പം കൂടെ വിശദമായി ചിന്തിക്കാം. ഉയർന്ന ഒരു വ്യക്തിയിൽ നിന്ന് അതിലും താഴെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ആനുകൂല്യമോ കരുണയോ ദയയോ കൃപയോ ആശംസകളോ ഒക്കെ അനുഗ്രഹത്തിൻ്റെ പരിധിയിൽ വരുമല്ലോ. തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും എന്താണ് യഥാർത്ഥ അനുഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദൈവം അനുഗ്രഹിച്ച സന്ദർഭങ്ങൾ ഇനിയുമുണ്ടാകും. പിതാക്കന്മാരുടെ അനുഗ്രഹം, ആത്മീയ നേതൃത്വത്തിന് അനുഗ്രഹം. പഴയ നിയമകാലത്ത് ഇത് വ്യക്തമായി ദൈവത്തിൽ കാണുന്നുണ്ട്. ഉൽപ്പത്തി 1-ാം അധ്യായത്തിലെയും 9-ാം അധ്യായത്തിലെയും നാം വായിച്ചു. ഇനി 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ വിളിച്ചിറക്കിയതിന് ശേഷം അവനോട് ദൈവം പറഞ്ഞ വാചകമാണ് അവിടെ കാണുക. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദൈവം വിളിച്ചിറക്കിയ അബ്രാമിനെയും അനുഗ്രഹിക്കുന്ന നമുക്ക് കാണാം. എന്താണ് യഥാർത്ഥ അനുഗ്രഹം? ആദ്യം മാതാപിതാക്കളോട് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി ആധിപത്യം നടത്തുവിൻ എന്ന് പറഞ്ഞു.
അല്ലെങ്കിൽ വാഴുവീൻ എന്ന് പറഞ്ഞു. നോഹയോടും കുടുംബത്തോടും അത് തന്നെ പറഞ്ഞു. അപ്പോൾ അബ്രഹാമിനെ വിളിച്ചപ്പോൾ അവനെ ദരിദ്രനായിരുന്നില്ലല്ലോ, സമ്പന്നനായിരുന്നല്ലോ. മാത്രമല്ല 22-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ വേറൊരു പദം കൂടെ കൂട്ടി അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. 22-ാം അധ്യായം 16-ാം വാക്യം, നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കാതിരുന്നത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഒരു പദം കൂടി ചേർന്നുണ്ട്, ഐശ്വര്യമായി. അപ്പോൾ ഇങ്ങനെ വിവിധ ദൈവം നേരിട്ട് അനുഗ്രഹിച്ച വ്യക്തികൾ. മാത്രമല്ല അത് അബ്രഹാമിന് മാത്രമല്ല, ഉൽപ്പത്തി 26-ാം അധ്യായത്തിന് 29-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമല്ലോ എന്ന് പറഞ്ഞു. അബീമേലെക്കും അവൻ്റെ സ്നേഹിതൻ അഹൂസത്തും സേനാപതിയായ ഫീക്കോളും ചേർന്ന് ഇസ്ഹാക്കിന്റെ അടുക്കൽ വന്ന് അവനോട് സന്ധി സംഭാഷണത്തിന് ഒരുങ്ങിയപ്പോൾ, നിങ്ങൾ എന്തിനാ എന്നെ തിരക്ക് വരുന്നത്, എന്നെ ഓടിച്ചു കളയുന്നതല്ലേ എന്ന് ഇസ്ഹാക്ക് അവരോട് പറഞ്ഞു. ഉടനെ രണ്ട് കാര്യം അവരുടെ സംഭാഷണത്തിൽ 27-6 വാക്യം മുതൽ ആയിട്ട് വായിക്കുമ്പോൾ അത് കാണാം. രണ്ട് കാര്യം. ഒന്ന്, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. രണ്ട്, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ. അപ്പോൾ ദൈവത്താൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് മറ്റുള്ളവർ സാക്ഷ്യം പറയത്തക്ക നിലയിൽ വ്യത്യാസം അവനിലുണ്ടായിരുന്നു. പിന്നെ 28-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 28-14 അവനോട് ദൈവം പറയുന്നു, നീ മുഖാന്തരവും അതിൻ്റെ 2-ാം ഭാഗം, നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അവനെ അനുഗ്രഹിക്കുന്ന വാക്കുകളാണ് താഴോട്ട് കാണുന്നത്. അല്ലെങ്കിൽ ലൂസിൽ വെച്ച് രാത്രി കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങുമ്പോൾ അവനെ കണ്ട സ്വപ്നവും അതിൽ കൂടെ ദൈവനോട് സംസാരിച്ചതുമാണ് ആ ഭാഗത്ത് കാണുന്നത്. ചുരുക്കത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുക. അപ്പോൾ അബ്രഹാമിനെ ആദ്യം മാതാപിതാക്കളെ, ജലപ്രയാനന്തരമുള്ള നോഹയും കുടുംബത്തെ, അബ്രഹാമിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിനെ ദൈവം വ്യക്തിപരമായി അനുഗ്രഹിച്ച സന്ദർഭങ്ങളായി നമുക്ക് കാണാം. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ദൈവമോ പിതാക്കന്മാരോ പുരോഹിതന്മാരോ ആത്മീയ നേതൃത്വമോ ഒക്കെ പലരെയും അനുഗ്രഹിച്ച സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഉൽപ്പത്തി 14-ാം അധ്യായത്തിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ മൽക്കീസേദെക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചത് നമുക്ക് കാണാം. സോദോം രാജാവിനെയൊക്കെ അടിമയായി പിടിച്ചുകൊണ്ടുപോയ സ്ഥാനത്ത് നിന്ന് അവരുടെ പിന്നാലെ പോയി ആക്രമിച്ച് വിടുവിച്ചു കൊണ്ടുവന്ന അബ്രഹാമിനെ മൽക്കീസേദെക്ക് അനുഗ്രഹിക്കുന്ന സന്ദർഭം ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യം, ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ അത്യുന്നത ദൈവത്തിൻ്റെ പുരോഹിതനായ മൽക്കീസേദെക്ക് അനുഗ്രഹിച്ചു അബ്രഹാമെ. ഇനി പിതാക്കന്മാരിൽ നിന്ന് അനുഗ്രഹമോ? ഉൽപ്പത്തി 27-ാം അധ്യായത്തിൽ
പ്രസിദ്ധ അധ്യായമാണല്ലോ. ഇസ്ഹാക്കിൻ്റെ അനുഗ്രഹം യാക്കോബ് തട്ടിയെടുത്തത്, അല്ലെങ്കിൽ ഏശാവിന് കിട്ടേണ്ട അനുഗ്രഹം യാക്കോബ് തട്ടിയെടുത്തത്. അവിടെ ഏശാവ് ദുഃഖത്തോട് നിലവിളിക്കുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ. അപ്പം നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ, എന്നെയും കൂടെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ പിതാക്കന്മാരുടെ അനുഗ്രഹത്തെയും അക്കാലത്ത് എത്ര വലുതായി എണ്ണിയിരുന്നു എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം. അത് മാത്രമല്ല, യാക്കോബ് മിസ്രൈമിൽ ചെന്നതിന് ശേഷം ഉൽപ്പത്തി പുസ്തകം അവസാന ഭാഗത്തുണ്ടല്ലോ, യോസഫ് തൻ്റെ 2 മക്കളെയും കൂട്ടിക്കൊണ്ട് യാക്കോബിൻ്റെ അടുക്കൽ ചെല്ലുന്നു. അവനെ യാക്കോബിൻ്റെ കൈക്ക് നേരെ നിർത്തി മൂത്തവനെ ഇളയവനെ യാക്കോബ് കൈ പിണച്ചു വെച്ച് അവരെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ മൂത്തവൻ്റെ മേൽ യാക്കോബിൻ്റെ വലങ്കൈ വരണമെന്നും രണ്ടാമൻ്റെ മേൽ ഇടങ്കൈ വെച്ചാൽ മതിയെന്നും യോസഫ് ആഗ്രഹിച്ചപ്പോൾ യാക്കോബ് അത് സമ്മതിച്ചില്ല. എനിക്കറിയാം, ചുരുക്കം പറഞ്ഞാൽ പ്രവചനാത്മാവ് പോലെ അവരെ അനുഗ്രഹിക്കുന്ന രംഗം നമുക്കിവിടെ കാണാം. മാത്രമല്ല, ന്യായന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ കാലേബിൻ്റെ മകള് എക്സ അപ്പനോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു അനുഗ്രഹം കൂടെ തരണമേ, എനിക്ക് നീരുറവകളും തരണമേ. അവൾക്ക് നീരുറവ് കൊടുത്തു. അപ്പോൾ അത് മാത്രമല്ല, ഇനിയുമുണ്ട്. ഉൽപ്പത്തി 32-ാം അധ്യായത്തിൽ ഭയജഗതനായ ഏകനായ യബോക്കടവൻ തീർത്ത് വെച്ച് കുടുംബത്തെ എല്ലാം മറുകര കടത്തിയതിനു ശേഷം ഏകനായി ശേഷിച്ച യാക്കോബ് ഒരാളിനോട് ബലി പിടിച്ചു. ആ ആള് തന്നേക്കാൾ വലിയവനാണെന്ന് നമ്മൾ അറിയാം. ഇന്നാരാണ് അത് ആരാണെന്ന് അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ എന്നെ അനുഗ്രഹിക്കണം, അനുഗ്രഹിച്ചല്ലാന്ന് വിടത്തില്ല എന്ന് പറയുന്നത് നമുക്ക് കാണാം. അതിൻ്റെ 29-ാം വാക്യത്തിൽ അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ ഈ തന്നേക്കാൾ വലിയവരെ, പിതാക്കന്മാരെ അനുഗ്രഹം അക്കാലത്ത് ആവശ്യമായിരുന്നു. അവർ അതിനുവേണ്ടി കാക്ഷിച്ചിരുന്നു കാണാം. അത് മാത്രമല്ല, ആത്മീയ നേതൃത്വം ആവർത്തന പുസ്തകം 34-ാം അധ്യായം 9-ാം വാക്യത്തിൽ നൂന്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ മോശയ്ക്ക് ശേഷം ഇസ്രായേലിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചു എന്ന് കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ, പഴയ നിയമകാലത്ത് അല്ലെങ്കിൽ ന്യായപ്രമാണം ഉണ്ടാകുന്നതിന് മുൻപ് ഈ യോശുവയുടെ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാം ന്യായപ്രമാണ കാലത്തിന് മുൻപാണ്, പിതാക്കന്മാരുടെ കാലത്ത് മുൻപ് നടന്ന സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കൈവച്ച് അനുഗ്രഹിച്ചു. അതവരാഗ്രഹിച്ചിരുന്നു, അതവർ കാത്തിരുന്നു, അതവരുടെ പ്രതീക്ഷയായിരുന്നു. അപ്പോൾ തന്നേക്കാൾ വലിയവർ, അല്ലെങ്കിൽ പിതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വ്യക്തിയോ തങ്ങളെ അനുഗ്രഹിക്കണം എന്നവർ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അവർ അത് മാത്രമല്ല, വേറൊരു ചോദ്യം ഈ സ്ഥാനത്ത് വരുന്നു. ഭൗതിക അനുഗ്രഹം മാത്രം, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഭൗതിക വർധനവ് മാത്രമാണോ? അത് ചോദ്യമാണ്. ഇന്നതാണല്ലോ നാം കാണുന്നേ. യബേസ് പ്രാർത്ഥിച്ച പോലെ നമ്മൾ പ്രാർത്ഥിക്കണം. മാത്രമല്ല
യോഹന്നാന്റെ കാണുന്ന പോലെ, പ്രിയനേ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ സകലത്തിലും ശുഭമായും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് അങ്ങനെ ആഗ്രഹിക്കണം, ആശംസിക്കണം, അങ്ങനെ അനുഗ്രഹിക്കണം. മാത്രമല്ല കുഴപ്പമെന്ന് പറയുന്നില്ല, ഒരു പുതിയ ഏർപ്പാടുണ്ടല്ലോ. എവിടെ പോയാലും ആര് പ്രാർത്ഥിച്ചാലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏത് വാക്യപ്രകാരമാണെന്ന് അറിയത്തില്ല. ഏതായാലും ഇപ്പോൾ അതൊരു ഫാഷനാണ്, ട്രെൻഡ്. അപ്പോൾ എന്താണ് അനുഗ്രഹം? ഭൗതിക അനുഗ്രഹം മാത്രമാണോ? ഭൗതിക അനുഗ്രഹം മാത്രമാണെങ്കിൽ യബോക്കടവിൻ്റെ തീരത്ത് നിന്ന് നീ എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ പിടിക്കില്ലെന്ന് യാക്കോബ് പറയണ്ടല്ലോ. കാരണം അപ്പോൾ യാക്കോബ് മഹാസമ്പന്നാണ്. മഹാസമ്പന്നാണ്. ആടുമാടുകളും ദാസിദാസന്മാരും ഒക്കെ ധാരാളം അവനുണ്ട്. അബ്രഹാം പോലെ മൽക്കീസേദെക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുമ്പോൾ അവൻ മഹാസമ്പന്നാണ്. കാരണം ചോദിച്ചേക്കാം, ലോത്തിനും അബ്രഹാമിനും ഒന്നിച്ച് ദേശത്ത് തങ്ങാൻ കഴിയാത്ത രീതിയിൽ ദേശത്തിന് അവരെ വഹിച്ചുകൂടായിരുന്നു എന്നതിൻ്റെ മുന്നേ അദ്ദേഹത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇസ്ഹാക്ക് മഹാസമ്പന്നായിരുന്നു. പക്ഷേ ആ ലോകത്തിൻ്റെ സമ്പത്ത് മാത്രമല്ല യഥാർത്ഥ അനുഗ്രഹം എന്നുള്ളതാണ് ഇതെല്ലാം കാണിക്കുന്നത്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ എന്നെ വിടുകയില്ലെന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് ഉദ്ദേശിച്ചത് സമ്പത്തല്ലല്ലോ. കാരണം അവനുണ്ട്, ലാഭനുള്ളതെല്ലാം അടിച്ചു മാറ്റി മഹാധനവനായി വന്നവനല്ലേ. അപ്പോൾ അനുഗ്രഹം എന്നത് ഭൗതിക സമ്പത്ത് മാത്രമല്ല, ഭൗതിക വീഴ്ച മാത്രമല്ലെന്ന് അക്കാലത്തെ വെളിച്ചമാണ്. മാത്രമല്ല അബ്രഹാം ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നതിന് മുൻപ് ഞാൻ നിന്റെ 15-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാണെന്ന്. അപ്പോൾ അബ്രഹാം കർത്താവേ നീ എനിക്ക് എന്തോ തരും? ഞാൻ മക്കളില്ലാത്തവനാണല്ലോ, എൻ്റെ അവകാശി ഈ ദമേശിക്കാരൻ എലിയാസറാണല്ലോ എന്നവൻ പരിതപിക്കുന്നത് നമുക്ക് കാണാമല്ലോ. പണ്ട് ഞാൻ പഠിച്ച ഒരു ചെറിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏതോ ഒരു ബന്ധത്തിൽ ഒരു കവിത പഠിച്ചത് എനിക്കിപ്പോൾ ഓർമ്മ വരും. എന്താണ് പൊന്നിൻ മല പോലെ എടുത്താൽ പൊന്താത്ത വിത്തം നരർ നേടിയാലും അന്താവശിഷ്ടം കടമായ വീട്ടാൻ സന്താന സമ്പത്ത് വേറെ വേണം. അല്ലെങ്കിൽ പൊന്നിന്മല പോലെ സമ്പത്ത് കൂട്ടിയാലും സന്താന സമ്പത്തില്ലെങ്കിൽ അതിനൊന്നും കാര്യമില്ല. പുതിയ നിയമത്തിലൂടെ വരുമ്പോൾ യഥാർത്ഥ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബാക്കി ഭാഗം ചിന്തിക്കാം. ചുരുക്കത്തിൽ പുസ്തകത്തിലുടനീളം നോക്കിയാൽ, പഴയ നിയമത്തിലുടനീളം നോക്കിയാൽ ശരിയാണ്, ഭൗതികമായ ഉയർച്ച, ഭൗതികമായ സമ്പത്ത് ഇല്ലെന്ന് പറയുന്നില്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ എല്ലാവരും ബാലെല്ലാം തലയാക്കുമെന്നും പറഞ്ഞാൽ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം ഉദ്ധരിക്കാറുണ്ടല്ലോ. ഞാൻ ഉദ്ധരിക്കാറില്ല. കാരണം 1-ാം അധ്യായം വിട്ടേച്ച ആളുകൾ ഉദ്ധരിക്കുന്നേ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹങ്ങൾ നിനക്ക് ശ്രദ്ധിക്കുന്ന 1-ാം വാക്യത്തിലുണ്ട്. അത് മറച്ചു വെച്ചേച്ച് ഭാഗത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, മാവ് കുഴക്കുന്ന തോട്ടി എന്തിനു പറയുന്നു എല്ലാം അനുഗ്രഹിക്കുന്ന എന്ന് പറയാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ദൈവവചനത്തെ അസ്ഥാനത്ത് ഉപയോഗിക്കുന്ന, അസ്ഥാനത്ത് എടുത്ത സാത്താൻ കർത്താവിനെ പരീക്ഷിക്കാൻ കൊണ്ടുപോയപ്പോൾ പലരും കൊണ്ട് ചെയ്ത പോലെ അതേ വിദ്യ ഇന്നത്തെ ഉപദേശകന്മാരുടെ വായിലും അവൻ കൊടുത്തിരിക്കുകയാണ്. അത് പറയാൻ എനിക്ക് ലജ്ജയില്ല. അവനിപ്പോൾ കർത്താവിനെ പരീക്ഷിച്ചത് ദൈവവചനം കൊണ്ടാണ്. വചനത്തിൻ്റെ ഒരു പകുതി മാത്രം. കർത്താവ് ആ ട്രാപ്പിൽ വീണില്ല. പക്ഷെ ഇന്ന് പറ്റിയിരിക്കുന്നത് എല്ലാവർക്കും എന്താ വല്ലതല്ല, എന്താണ് ഭൗതികമായി നേട്ടം നേട്ടം നേട്ടം. ലോകത്തിൻ്റെ പ്രശസ്തി, ലോകത്തിൻ്റെ പണം, ലോകത്തിലെ വീഴ്ച,
ലോകത്തിൻ്റെ സ്ഥാനം, ഇതൊക്കെയാണ് യഥാർത്ഥ അനുഗ്രഹം എന്ന് ജനത്തെ പഠിപ്പിച്ച് എന്തിനു പറയുന്നു, കൊളയട്ട വീർക്കുന്ന പോലെ പണം ഉണ്ടാക്കി വീർക്കുന്ന ഉപദേശകന്മാരെ കൊണ്ട് ഇത് സമൂഹം നിറഞ്ഞു. പാശ്ചാത്യ നാടുകളിലൊക്കെ, പാശ്ചാത്യ നാടുകളിൽ മാത്രമല്ല ആഫ്രിക്കയിലും ഒക്കെ ഉണ്ട് കോടികൾ, പ്രൈവറ്റ് ജെറ്റ്, കൊട്ടാരങ്ങൾ, സോലോലുപത. യൂട്യൂബില് ലോകത്തിലെ സമ്പന്നന്മാരായ പാസ്റ്റർമാരുടെ ചില പട്ടികകൾ വായിച്ച് ഞാൻ ഞെട്ടിപ്പോയി. കുന്നുകൂട്ടുകയാണ്. എന്താ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്ന സാമാന്യ ബോധം പോലും യവന്മാർക്കില്ല, ഈ മനുഷ്യർക്കില്ല. അദ്ദേഹം 32-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ എന്നെ ചികിത്സിച്ച ഡോക്ടർമാര് എന്നെ ശവമഞ്ചം ചോക്കണമെന്ന് പറഞ്ഞല്ലോ. ഞാൻ നേടിയ സമ്പദ് രത്നങ്ങളൊക്കെ വഴി വിരിക്കണമെന്ന് പറഞ്ഞല്ലോ. എന്നെ 2 കൈയും പെട്ടിയുടെ വെളിയിൽ ഇട്ടേക്കണം എന്ന് പറഞ്ഞല്ലോ. ആ ചിന്ത പോലും ഇന്നത്തെ ഉപദേശകന്മാർക്കില്ലല്ലോ. ജനത്തെ വഞ്ചിക്കുന്ന ഇതാണ് അനുഗ്രഹമെന്ന് ജനത്തെ ധരിപ്പിച്ച് അതിലേക്ക് അവരെ ആകർഷിച്ച് വശീകരിക്കുന്ന ഒരു ഒരു വല്ലാത്ത കാലഘട്ടമായി ഇന്ന് മാറിയില്ലേ? എന്നാൽ ഇതാണോ യഥാർത്ഥ അനുഗ്രഹം? ഞാൻ പറഞ്ഞല്ലോ, ദൈവം മുതൽ ഇങ്ങോട്ട് കാലേവ് വരെ അനുഗ്രഹങ്ങൾ ഓരോരുത്തർ പകർന്നത് നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഇനി ഞാൻ ആദ്യം നമ്മൾ വായിച്ച വാക്യത്തിലോട്ട് മടങ്ങി വരാം. എഫേസ്യർ പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഇതുപോലുള്ള അനുഗ്രഹ പ്രസ്താവനകളൊന്നും അധികം കാണുന്നില്ലല്ലോ. വല്ല തലയാക്കൊന്നും പറയുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിൽ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞ 5-ാം അധ്യായത്തിന് 1-ാം വാക്യം മുതൽ താഴോട്ട് കാണുന്നല്ലോ. ആ പ്രസ്ഥാനങ്ങളിലൊക്കെ ഒരുത്തരെയും പണം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ കാണുന്നില്ല. ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കാണുന്നില്ല. വസ്തുക്കൾ കുന്നുകൂട്ടുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞില്ല. സുഖലോലുപരായി ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞില്ല. പക്ഷേ അത് കാണാൻ ആർക്കും ഇന്നത്തെ ഉപദേശിമാർക്ക് കാണില്ല. പഴയ നിയമത്തിൽ നിന്ന് കുറേ വാക്കുകൾ ഇങ്ങെടുക്കും. അവിടെ ഇവിടെയും പരസ്പര ബന്ധമില്ലാത്ത കൊണ്ടുവന്ന ജനത്തെ വശീകരിച്ച് നശിപ്പിക്കുന്ന, നാശത്തിലേക്ക് നയിക്കുന്ന പ്രവണതയിലെ നാം ഇന്ന് കാണുന്നത്. ഏതാണ് ശരിയായ അനുഗ്രഹം? എഫേസ്യർ 1-ാം അധ്യായത്തിൽ 3-ാം വാക്യം നാം വായിച്ചല്ലോ. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ പുതിയ നിയമസഭ പഴയ നിയമത്തിൽ കാണുന്ന അതിൻ്റെ ഒരർത്ഥത്തിൽ തുടർച്ചയല്ലല്ലോ. പഴയ നിയമത്തിൽ ഭൗതിക രാജ്യവും ഭൗതിക സ്ഥാനവും ഭൗതിക സമ്പത്തും സന്താനവർദ്ധനവും ശരിയാണ്, ദൈവം വാഗ്ദാനം ചെയ്തു. എന്നാൽ അവർക്ക് ആർക്കും ആത്മരക്ഷയെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. പുതിയ നിയമത്തിൽ വരുമ്പോൾ കാര്യം ആകെ മാറുന്നു. കർത്താവായ യേശു പറഞ്ഞല്ലോ, പിലാത്തോസിന് മുൻപിൽ നിന്ന് എൻ്റെ രാജ്യം ഐഹികമല്ല, ഇഹത്തെ സംബന്ധിച്ചല്ല. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ തൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന മധ്യേ കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരും ലൗകികന്മാരല്ല. അപ്പോ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട്. മാത്രമല്ല അപ്പോസ്തല പ്രവൃത്തിയിൽ യാക്കോബ് പറഞ്ഞല്ലോ, തൻ്റെ നാമത്തിന് വേണ്ടി ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ദൈവം പ്രസാദിച്ച ശിമോൻ വിവരിച്ചുവല്ലോ എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ യെരൂശലേം സുന്നഗോഗിൽ
യാക്കോബ് പറഞ്ഞല്ലോ. അപ്പോ കാതലായ വ്യത്യാസമുണ്ട്. അതെല്ലാം ഭൗമികമാണ്, ഇത് സ്വർഗീയമാണ്. മാത്രമല്ല എന്നിട്ട് ആ 1-ാം അധ്യായത്തിൽ എഫേസ്യരിലും 1:3 അത് പറഞ്ഞിട്ട് താഴെയുള്ള സകല വാക്യങ്ങളും പൗലോസ് എന്താണ് നിരത്തിയത്? നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തോ. തിരുവചനത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കാൻ, ചുരുക്കി പറഞ്ഞാൽ ആ അധ്യായം മുഴുവൻ ദൈവം നമുക്ക് എന്തൊരുക്കി. നമുക്ക് മാത്രമല്ല എല്ലാം പറഞ്ഞിട്ട് അവസാനം 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു: സർവവും അവൻ്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സർവത്തെ അവൻ്റെ കാൽക്കീഴാക്കി കർത്തേശുവിൻ്റെ എല്ലാ നാമത്തിനും മേലായ നാമം കൊടുത്തിട്ട് അവൻ്റെ എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവ് ഏത്? അവൻ്റെ സഭ. അതിന് കൊടുത്തു. സഭയ്ക്ക് എന്ത് സഭയ്ക്ക് കൊടുത്തു? സഭ ഭൗമിക സ്ഥാപനമോ സ്വർഗീയ സ്ഥാപനമോ? അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസിനെ തുപ്പട്ടി കാണിച്ചല്ലോ, കൊർന്നേലിയോസിന്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പ്. അതിന്റെ ഫൗണ്ടേഷൻ, എൻ്റെ പിടി സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ നിറക്കി വിട്ടു, സ്വർഗത്തിലേക്ക് വലിച്ചെടുത്തു. സഭ ഭൂമിയിൽ ഇരിക്കുന്നെങ്കിലും സഭയുടെ അടിസ്ഥാനം അവിടെയല്ലേ? സഭയുടെ സകലവും നിയന്ത്രിക്കുന്ന കർത്താവല്ലേ? ഈ പാറമേൽ ഞങ്ങളുടെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളിൽ ജയിക്കയില്ല എന്ന് പറഞ്ഞ കർത്താവ് പാതാള ഗോപുരങ്ങൾക്ക് അതീതമായി ഇന്ന് ജയിക്കാൻ കഴിയാതെ അല്ലേ ഈ സഭയെ ആരംഭിച്ചത്. അപ്പോൾ മാത്രമല്ല യഥാർത്ഥ അനുഗ്രഹം സ്വർഗീയ ഭൗതികമല്ല, സ്വർഗീയമാണ്. കാരണം നിലനിൽക്കുന്നതാണ്. സ്വർഗീയമായത് നിലനിൽക്കുന്നു, ഭൗമികമെല്ലാം നശിക്കുന്നു. കഴിഞ്ഞ ചില വീഡിയോകൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. പലർക്കും അത് കാണാൻ താല്പര്യമില്ല, കാണാത്തതിന് അതിന് കുഴപ്പമില്ല. പലരും വളരെ ചുരുക്കം പേരെ അതിനെ ആഗ്രഹിക്കുന്നുണ്ട്, അത് കാണുന്നതുകൊണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ നന്മയെല്ലാം ഈ ഭൗമികമാണ്. പൗലോസ് തിളച്ചു പറഞ്ഞല്ലോ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ, കാണുന്നതിനെയല്ല കാണാത്തതിനെ എത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. എന്തെന്ന് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തതാണ്. കാണുന്നത് താൽക്കാലികം, കാണാത്തോ നിത്യം. ഇവിടെ ഉള്ളതെല്ലാം ഇതെല്ലാം നശ്വരമായത്. ഇതിൻ്റെ പുറകെ നാം പോയാൽ, നമ്മുടെ ശ്രദ്ധ ഇതിനായി തിരിഞ്ഞാൽ നാം എവിടെ പോകും? എവിടെ എത്തും? അപ്പോസ്തലൻ പറഞ്ഞു, ഉണ്ണാനും കൊടുക്കാനും ഉണ്ടെങ്കിൽ മതി നെയ്പ്പേൻ. കർത്താവ് പറഞ്ഞു, പുഴവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. നാം അതാണോ ചെയ്യുന്നത്? അത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്നത്തെ ഉപദേശകന്മാർ അത് ശ്രദ്ധിക്കുന്നുണ്ടോ? കോടികൾ കണക്കല്ലേ നാം പറയുന്നേ. എവിടെ കൊണ്ടുപോകാൻ? ഗലാത്യലേഖനം 5-ാം അധ്യായം 3-ാം അധ്യായം 6-ാം വാക്യം 6-7. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചോ, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ എന്നറിവീൻ. ആ താഴോട്ട് വായിച്ചാൽ അതെല്ലാം വ്യക്തമാകും. 9-ാം വാക്യം, അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അബ്രഹാം ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ എന്താ ചെയ്തത്? ബഹുസമ്പന്നായിരുന്നു. പക്ഷേ എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതാണ് 11-ാം അധ്യായത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ
ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വാഗ്ദദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ അബ്രഹാം അതാ ചെയ്തേ. അപ്പോൾ ഇവിടെ പറയുന്നു വിശ്വാസികൾ. അപ്പൊ യഥാർത്ഥ അനുഗ്രഹം പ്രാപിക്കുന്നത് വിശ്വാസികളാണ്. കർമാചാരങ്ങളെ പുറകെ പോയാൽ എന്താകുമെന്ന് താട്ടുവാഴ്ച 3-ാം അധ്യായത്തിൽ താട്ടുവാഴ്ചക്കാണ് 10 വാക്യങ്ങളുണ്ട്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവൻ ഏവനും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണത്തിന്റെ അല്ലെങ്കിൽ നിയമാവർത്തനത്തെ മുറുകെ പിടിച്ച് അതിന്റെ പിന്നാലെ പോകുന്ന ഏത് വ്യക്തിയും അല്ലെങ്കിൽ കർമാചാരങ്ങൾ ഏർപ്പെട്ട് അതിന്റെ പിന്നാലെ പോകുന്ന ഏത് വ്യക്തിയും ശാപത്തിന് കീഴിൽ. മറ്റു വാക്കുകൾ പറഞ്ഞാൽ ദൈവവചനത്തിന്റെ സത്തയെ തിരിച്ച് 1-2 കാര്യങ്ങൾ മാത്രം നോക്കി മൊത്തത്തിലുള്ള എല്ലാവരെയും അവഗണിച്ചുകൊണ്ട് ഇതിന്റെ പുറകെ പോയാൽ അവർ ശാപത്തിന് കീഴില്ല. മാത്രമല്ല 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത് കേൾക്കുക. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. അനുഗ്രഹം അനുഭവിക്കുന്നതിന് വിളിക്കപ്പെട്ടവർ ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്വർഗീയമായ അനുഗ്രഹം അനുഭവിക്കും. ദൈവിക സമാധാനം, ദൈവമായ ബന്ധം, അവനിലെ വീണ്ടെടുപ്പ്, പാപക്ഷമ, നിത്യജീവൻ, ദൈവിക സംസർഗം, ദൈവാത്മാവിന്റെ നിവേശം, ദൈവികമായ മറുരൂപം, സ്വർഗീയ പ്രത്യാശ, ഉന്നതമായ ആത്മീയ അനുഭവങ്ങൾ അതൊരിക്കലും മാറുന്നതല്ലോ. ഇതിന് കാക്ഷിക്കാതെ പ്രാർത്ഥനാവാചകങ്ങളെല്ലാം ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി നാം ഇന്ന് ദൈവജനം എന്ന് പറയുന്നവർ ഒത്തുകൂടുന്നിടത്ത് 90% ഇത് ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ പ്രാർത്ഥന. വിദ്യാഭ്യാസത്തിൽ ഉറച്ച വേണമെന്ന് ഞാൻ പറയുന്നില്ല. ദൈവത്തിന്റെ പ്രകാരം നാം പഠിക്കുമ്പോൾ ദൈവം നമുക്ക് ഞാൻ തരും. നമ്മുടെ വിദ്യാഭ്യാസം ദൈവനാമത്തിന് അല്പം വിദ്യാഭ്യാസം എനിക്കും കിട്ടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. സ്വന്തം നേട്ടത്തിനല്ല, ലോകത്തിനല്ല, ദൈവനാമത്തിന്. ഇതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും. നല്ല ജോലി വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വീട് വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഫോക്കസ്, നമ്മുടെ ലക്ഷ്യം ഭൗതികമോ ഭൗതിക നന്മയോ അത് അനുഗ്രഹമല്ല. അല്ലെങ്കിൽ ദൈവം തരാത്ത ഒന്നും. കർത്താവ് പറഞ്ഞ ഇങ്ങനെയാണല്ലോ, ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്ഥാനം നിങ്ങളുടെ പിതാവിനറിയാം. ഇന്ന് നാം ചിന്തിക്കും ദൈവത്തിനൊന്നും അറിയത്തില്ല. നമ്മൾ ഓർപ്പിക്കണം, പറയണം. ഞാൻ നിന്നെ നടത്താമെന്നും പറഞ്ഞ് ലോകാവസാനത്തോളം നിന്നോട് കൂടിയിരിക്കാമെന്നും പറഞ്ഞ് വിളിച്ചിറക്കിയ കർത്താവിന് ഒന്നും അറിയത്തില്ല. നമ്മുടെ ധാരണ തിരിഹിതം പോലെ എന്നെ നടത്തണേ എന്ന് നാം പ്രാർത്ഥിക്കാറില്ലല്ലോ. നമ്മുടെ പിതാക്കന്മാരൊക്കെ പാടി നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണേ, എന്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ എന്നെ ഹോവേ. ഇന്നതല്ലല്ലോ, നിന്റെ ഹിതത്തിന് സ്ഥാനമില്ലല്ലോ. ഞാൻ പറയുന്ന പോലെ നെയിം ഇറ്റ് ആൻഡ് ക്ലെയിം ഇറ്റ് എന്നല്ലേ പഠിപ്പിക്കുന്നേ. എന്റെ പേര് പറയുക, അതിനെ അവകാശപ്പെടുക. ഏത് വസ്തു വേണം? കർത്താവ് വരും, ഞാൻ അവനെ പോലെ ആകും, ഞാൻ അവനെ കാണും എന്നുള്ള പ്രതീക്ഷ ഇന്നില്ലല്ലോ. ഭയപ്പെടുത്തുന്ന കുറെ പ്രസംഗങ്ങളുണ്ട്. പ്രസംഗിക്കുന്ന ആളുകൾ പോലും അത് വിശ്വസിക്കുന്നില്ല. എങ്കിൽ അതവരുടെ ജീവിതത്തിൽ കാണും. ഞാൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ അതെന്റെ ജീവിതത്തിൽ കാണും. ഇല്ലെങ്കിൽ കാവട്യം.
കൊലോസ്യയിലെ 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതുമായ ഉയരത്തിലുള്ള ചിന്തിപ്പി. നല്ല കാര്യമായി. അപ്പോ വാസ്തവം പറഞ്ഞാൽ യഥാർത്ഥ അനുഗ്രഹം ഭൗതിക അനുഗ്രഹമല്ല, സ്വർഗീയമാണ്, നിലനിൽക്കുന്നതാണ്, ശാശ്വതമായതാണ്. അതിനു പകരം നിലനിൽക്കാത്ത നശിച്ചു പോകുന്ന ഒന്നിനു വേണ്ടി നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ, നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ആയുസ് പാഴാകും. അത് ശാശ്വതമല്ല. നാം അധ്വാനിച്ചതും വെറുതെയാകും. നാം ഓടുന്നതും അധ്വാനിച്ചതും വെറുതെയാകും. ആകയാൽ ദൈവജനമേ, യഥാർത്ഥ അനുഗ്രഹം സ്വർഗീയമാണ്. സ്വർഗത്തിലെ സകലവും കൊണ്ട് നമ്മെ വിളിക്കുന്നതിന് മുൻപ് നമുക്ക് വേണ്ടി കരുതി വെച്ച കർത്താവ് തൻ്റെ ആത്മീയ അനുഗ്രഹം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കെ അതിൽ വലുതായി ഒന്നും നമുക്ക് ഈ ലോകത്തിൽ നേടാനില്ല. ലോകത്തിന് പേരും പൂഴ്ചയും പണവും എല്ലാം നശിച്ചു പോകുന്നത്, താൽക്കാലികമായത്. നാം അത് വിട്ടുപോയേ പറ്റുള്ളൂ. നമ്മുടെ നിത്യ വീടിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അത് മാത്രം നമ്മുടെ ചിന്തയാകട്ടെ. ആത്മാക്കൾ മാത്രം നമ്മുടെ ചിന്തയാകട്ടെ. ജീവിതങ്ങളെ വിടുതലായി ദൈവത്തിൽ പരമാർത്ഥമായി നിന്ന് ആത്മബലത്തോടെ ആത്മശക്തിയോടെ നമുക്ക് പോരാടാം. അതാണ് നിലനിൽക്കുന്നത്. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ബലമുണ്ടാകുവാൻ നമുക്ക് അധ്വാനിക്കാം. അതല്ലാതെ പുതിയ ആവർത്തന പുസ്തകത്തിലും ഉൽപ്പത്തി പുസ്തകത്തിലും പഴയ നിയമത്തിൻ്റെ പല ഭാഗങ്ങളും പല ഭൗതിക അനുഗ്രഹങ്ങളും അക്കാലത്തുള്ളവർ പ്രാപിച്ചെന്നും പറഞ്ഞ് ജനത്തെ പറഞ്ഞ് വഞ്ചിക്കല്ലേ, നാം സ്വയം വഞ്ചിക്കപ്പെടരുതേ. നമുക്ക് യഥാർത്ഥമായി കാര്യങ്ങൾ ചിന്തിച്ച് ഗൗരവമായത് കണക്കിലെടുത്ത് അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതാണ്. ഇവിടെയും അവിടെയും. ഇവിടെ ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിനെ പാനം ചെയ്ത് ആത്മാവിൽ പുതുക്കി ആത്മശക്തിയോടെ ആത്മാവിൽ രൂപാന്തരപ്പെട്ട് അവൻ്റെ പ്രതിമ ധരിച്ച് അവൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. കർത്താവ് വരാറായി. ഇത്രനാൾ പറഞ്ഞതുപോലെ അല്ലല്ലോ. കർത്താവ് വരാറായി. അവനായി ഒരുങ്ങാം, അവനായി കാത്തിരിക്കാം. നശ്വരമായതിൻ്റെ പുറകെ ഓടി ആയുസ് പാഴാകല്ലേ. അതിൽ ശ്രദ്ധ പതിപ്പിച്ച് നമ്മുടെ ലക്ഷ്യം തെറ്റരുതേ. അനേകരെ പിശാച് തെറ്റിച്ചിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ അനുഗ്രഹം ആത്മീയമാണ്, സ്വർഗീയമാണ്, കർത്താവ് തരുന്നതാണ്. നാം പ്രത്യേകിച്ച് ആഗ്രഹിക്കേണ്ട മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ മറ്റുള്ളതൊക്കെ കർത്താവ് തരും. ഞാൻ തിയറി പറയുകയല്ല, ജീവിതാനുഭവത്തിൽ നിന്നാണ്. 5 ദശകത്തിൽ കൂടുതൽ ഒന്നും കാണാതെ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി. ഇന്നുവരെ എൻ്റെ കർത്താവ് നടത്തി. ഇപ്പോഴും അവൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കുന്നു. ദൈവം വിശ്വസ്തൻ. അവനിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും കൈവിടില്ല. ഈ നല്ല കർത്താവിനെ കളഞ്ഞേച്ച് അവൻ്റെ പേരും പറഞ്ഞ് ആവശ്യമില്ലാത്ത ഒന്നിനും കൊള്ളാത്ത ചവറിൻ്റെ പുറകെ പോയതേ. മോശ പോലും നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്നെ അവനെ മിസ്സൈം വിട്ടു പോകുന്നു ഉണ്ടല്ലോ. നാമോ എല്ലാം പിടിച്ചടക്കാൻ എന്തിന്? ഇപ്പോൾ കാണുന്നു പിന്നെ മറിഞ്ഞു പോകുന്ന ആവിയായ നാം എന്തിനു പ്രയാസപ്പെടുന്നു? ലക്ഷ്യം തെറ്റരുതേ. യഥാർത്ഥ ആത്മീയങ്ങളെ പ്രാപിച്ചത് സ്വർഗത്തിലെ സകല ആത്മീയങ്ങൾ അന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കിയാൽ എഫേസ്യരെല്ലാം 1-ാം അധ്യായം മാത്രം വായിച്ചാൽ മതി. എന്തെല്ലാം ദൈവം ചെയ്തു. അതിൽ കൂടുതൽ ഈ ലോകം എന്ത് തരും? അതിൽ ഒന്നെങ്കിലും തരാൻ ലോകത്തിനും അതിൻ്റെ സകല ധനത്തിനും കഴിയുമോ? യഥാർത്ഥ അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ്, ദൈവികമാണ്. അത് പ്രാപിച്ചവർ അത് കളയാതെ സൂക്ഷിക്കുക, അതിൽ വളരുക, അതിൽ വർദ്ധിക്കുക. അത് പ്രാപിക്കാത്തവർ അതിനായി ആശിക്കുക. മറ്റുള്ളതെല്ലാം
നശ്വരമാണ്, നശ്വരമാണെന്ന് വാഗുകൊണ്ട് പറയും. പക്ഷേ ജീവിതം കൊണ്ട് അയ്യോ ഭയങ്കരമായിട്ട് അതിനുവേണ്ടി ആഞ്ഞു ഓടിക്കൊണ്ടിരിക്കും. ഇത് അപകടമാണ്. നമ്മുടെ ജീവിതത്തെ ദാസനം യഥാർത്ഥ അനുഗ്രഹം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. യഥാർത്ഥ അനുഗ്രഹം ദൈവികമാണ്, സ്വർഗീയമായതാണ്, ആത്മീയമായതാണ്. സകലവും കർത്താവ് നോക്കുന്നു. എന്തിന്? ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം അവയെ അനുഭവിച്ച്, അവയിൽ നിറഞ്ഞ്, അവയാൽ രൂപാന്തരപ്പെട്ട് നിത്യതയിൽ കർത്താവിനോടുകൂടെ ആനന്ദിക്കുക. അതിന് നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സേവനായ സ്വർഗീയ പിതാവേ, യഥാർത്ഥ അനുഗ്രഹമെന്ന് അല്പമായി ചിന്തിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതായ സ്തോത്രം. അനുഗ്രഹത്തിന് പേരും പറഞ്ഞ് ഭൗമികമായവയിലേക്ക് സാത്താൻ ഞങ്ങളെ ആകർഷിച്ച് കർത്താവിൽ ഞങ്ങളെ അകറ്റി ഒന്നിനും കൊള്ളാത്തവരെ മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ നാഥാ അത് കണ്ടറിഞ്ഞ് കർത്താവെ സ്വർഗീയമായ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് അതിനുവേണ്ടി ജീവിപ്പാൻ ദൈവത്തിനെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ. നാഥാ താൽക്കാലികമായതിനു വേണ്ടി ഞങ്ങളുടെ ആയുസ് പാഴാക്കാതെ നിത്യമായതിനെ പ്രാപിച്ച് അതിനായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.